വേണമെങ്കിൽ ഒരു ക്വാളിഫിക്കേഷൻ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിന് പകരം താൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എങ്ങനെ ജോലി ചെയ്യുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനം. തൻ്റെ മുമ്പിലിരിക്കുന്ന 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കൊച്ചുകുട്ടികളെ, അല്ലെങ്കിൽ നേരത്തെ ഉകേഷ് പറഞ്ഞതുപോലെ ജീവിതത്തിലെ ഏറ്റവും നല്ല ബാല്യ ഒരു പ്രായം എന്ന് പറയുന്നല്ലോ. പണ്ടൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ പുസ്തകത്താളിനിടയിൽ വെച്ച മയിൽപ്പീലി പെണ്ണ് പ്രസവിക്കുന്നതും കാത്തിരിക്കുന്നതും നിഷ്കളങ്ക ബാല്യമുണ്ട്. ആ ബാല്യമാണ് പ്രൈമറി സ്കൂളത്. അതുകൊണ്ട് തന്നെയാണ് എത്ര വലുതായാലും ഏതൊരവസരത്തിൽ കഴിഞ്ഞാലും പലപ്പോഴും എല്ലാവരും തന്നെ തങ്ങളെ 1-ാം ക്ലാസ് പഠിപ്പിച്ച അധ്യാപികയെയോ പ്രൈമറി പഠിപ്പിച്ച അധ്യാപകനെയോ മറക്കാതിരിക്കുന്നത്. ആ ഒരു കാലഘട്ടം അവരെ സംബന്ധിച്ചോളം, കുട്ടികളെ സംബന്ധിച്ചോളം ഒരു അമ്മ എന്ന നിലയ്ക്കാണ് അവർ കരുതുന്നത്. അങ്ങനെയുള്ള ഒരു പ്രൈമറി സ്കൂളിൽ കുട്ടികളോടൊത്ത് മുഴുവൻ സമയവും, ഒരുപക്ഷെ 24 മണിക്കൂർ എന്ന് പറഞ്ഞാൽ അതിശയോക്തി ആവില്ല. കാരണം 10 മണി മുതൽ 4 മണി വരെ സമയമാണ് ഒരു അധ്യാപകൻ, ഒരു അധ്യാപിക ഒരു സ്കൂളിൽ പഠിപ്പിക്കേണ്ടത്. പക്ഷേ ഒരു പരിധിയുമില്ലാത്തൊരു ജോലിയാണ് അധ്യാപകൻ്റെ അല്ലെങ്കിൽ അധ്യാപികയുടെ. കാരണം ഒരു ക്ലാസ്സിൽ വന്നാൽ നിങ്ങൾക്ക് പഠിപ്പിക്കുകയോ പഠിപ്പിക്കാതിരിക്കുകയോ ചെയ്യാം, കുട്ടികളെ ശ്രദ്ധിക്കുകയോ ശ്രദ്ധിക്കാതിരിക്കുകയോ ചെയ്യാം, പ്രത്യേകിച്ച് ചെറിയ ക്ലാസ്സുകളിൽ. കാരണം അവരാരും എന്താ ടീച്ചറെ ഞങ്ങളെ പഠിപ്പിക്കാത്തതെന്നോ എന്താ ഞങ്ങൾക്ക് പറഞ്ഞു തരാത്തതെന്നും ആരും പലപ്പോഴും ചോദിക്കില്ല. വലിയ ക്ലാസ്സിൽ അതിന് സാധ്യതയില്ല. പക്ഷേ എൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടികൾ, അവരെ ഞാൻ പഠിപ്പിക്കേണ്ട എൻ്റെ ഉത്തരവാദിത്തമാണ്. എന്നെ നോക്കാൻ ഒരു ഹെഡ് മാസ്റ്റർ ഉണ്ട്, എന്നെ നോക്കാൻ ഒരു AO ഉണ്ട്, എന്നെ നോക്കാൻ ഒരു മാനേജറുണ്ട് എന്ന് ചിന്തിക്കാതെ, ഹെഡ് മാസ്റ്റർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മാനേജർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും തൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടികളെ ഏതെല്ലാം രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുമോ അതിനുള്ള ഒരു ഉദാഹരണമാണ് പ്രിയപ്പെട്ട നീലിമ ടീച്ചർ. എൻ്റെ ഇവിടുത്തെ ഒരു 17 വർഷക്കാലത്തെ അനുഭവത്തിൽ നല്ല അധ്യാപകരൊക്കെ ഉണ്ടെങ്കിൽ പോലും താൻ ചെയ്യുന്ന കാര്യത്തിൽ മറ്റാരെയും ശ്രദ്ധിക്കാതെ, പ്രത്യേകിച്ച് നമ്മുടെ സ്കൂൾ സംബന്ധിച്ചോളം ധാരാളം കുട്ടികൾ വരുന്നതെല്ലാം സാധാരണക്കാരായ കുട്ടികളാണ്. തൊട്ടടുത്തുള്ള ബംഗ്ലാദേശ് കോളനിയിൽ നിന്നുള്ള ധാരാളം കുട്ടികളുണ്ട്. പക്ഷേ ബംഗ്ലാദേശ് കോളനിയിൽ ജനിച്ചു എന്നതുകൊണ്ട് മാത്രം ഒരു കുട്ടിയും താഴേക്ക് പോകുന്നില്ല. ആ കുട്ടിക്ക് കണ്ട അവകാശങ്ങൾ നിർബന്ധമായി കിട്ടണം എന്നൊരു ശാഠ്യം പിടിച്ചിരുന്ന അധ്യാപികരിൽ ഒരാളായിരുന്നു നീലിമ ടീച്ചർ. അതുകൊണ്ട് തന്നെ പാഠപുസ്തകത്തിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്, പാഠപുസ്തകത്തിന് പുറത്ത് അതിലേറെ കാര്യങ്ങളുണ്ട്. ഇതിലേതാണ് നമുക്ക് ചെയ്യേണ്ടത് അത് മാത്രം പഠിപ്പിച്ചാൽ മതി. പഠിപ്പിച്ചാലും പഠിപ്പിച്ചില്ലെങ്കിലും 1-ാം തീയതി ശമ്പളം കിട്ടും, അത് 2ാമത്തെ കാര്യം. പക്ഷേ താൻ പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ, താൻ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് താൻ വാങ്ങുന്ന കൂലിക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്നത് പാഠപുസ്തകത്തിനപ്പുറത്ത് നിന്ന് ചിന്തിക്കുന്ന ഒരു അധ്യാപികയായിരുന്നു നീലിമ ടീച്ചർ എന്ന് പറയുന്നതിൽ ഒട്ടും അതിശയോക്തിയില്ല. അത് വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, ഈ പൊതുസമൂഹത്തിനും രക്ഷിതാക്കൾക്കും അതാത് കാലഘട്ടങ്ങളിൽ കൂടെ വർക്ക് ചെയ്ത അധ്യാപകർക്കും എല്ലാവർക്കും അറിയാം. കാരണം പലപ്പോഴും എന്നോട് കുറിച്ച് ചോദിക്കുമ്പോഴും സ്കൂളിലെ അധ്യാപകരെ കുറിച്ച് ചോദിക്കുമ്പോൾ എല്ലാവരെ കുറിച്ച് ചോദിക്കാറില്ല, ചില ആളുകളെ കുറിച്ച് മാത്രം ചോദിക്കും. അതിലൊന്ന് എപ്പോഴും ഉണ്ടാവുക പ്രിയപ്പെട്ട നീലിമ ടീച്ചറാണ്. അതെന്തായിരിക്കും കാരണം? അവർക്ക് അവരുടേതായ രീതിയിലുള്ള ചില ഓർമ്മകൾ അവിടെ മനസ്സിൽ കൊടുത്തിട്ടുണ്ടായിരിക്കണം. കുട്ടികൾക്ക് പലപ്പോഴും പഠിക്കാനല്ല ഇഷ്ടം, അവർക്ക് കളിക്കാനാണ് ഇഷ്ടം. ഇപ്പോൾ കുറച്ച് നമുക്ക് പഠിക്കാമെന്ന് പറഞ്ഞാൽ കളിക്കാമെന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് എപ്പോഴും ഇഷ്ടം. അതുകൊണ്ടാണ് ഒരാൾ പറഞ്ഞത്, ലോകത്തെല്ലായിടത്തും സ്കൂളിൽ നിന്ന് കുട്ടികൾ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് വരുന്നതിനേക്കാൾ ഇഷ്ടം സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്നതിനാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ക്ലാസ്സുകളിൽ നാളെ സ്കൂളില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര ആരവം ഉണ്ടാവുന്നത്. വാസ്തവത്തിൽ കുട്ടികൾക്ക് പഠിക്കാനല്ല ഇഷ്ടം, കളിക്കാനാണ് ഇഷ്ടം. നമുക്ക് പുറത്ത് പോകാം, പുറത്തിരുന്ന് കളിക്കാം. അതുകൊണ്ടാണല്ലോ പാശ്ചാത്യ വിദ്യാഭ്യാസങ്ങളിലൊക്കെ ക്ലാസ് മുറിക്ക് അപ്പുറത്തിരുന്നു കൊണ്ട് കുട്ടികൾ പഠിക്കുന്നത്. അവരെ അങ്ങനെയുള്ള ആ രീതിയിലാണ് പഠിപ്പിക്കുന്നത്. കളിച്ച് പഠിക്കുക എന്നുള്ളതാണ്, കളിക്കുക പഠിക്കുക. ഇപ്പോൾ പ്രിയപ്പെട്ട ജെയിംസ് അച്ഛൻ പറഞ്ഞു, ഇവിടെ ഒരു അന്തരീക്ഷമുണ്ട്, പരിസ്ഥിതി അന്തരീക്ഷമുണ്ട്. നമ്മുടെ ഒരു പഴയ ബിൽഡിങ്ങാണ്, 140 വർഷം പഴക്കമുള്ള പ്രിയപ്പെട്ട ജർമ്മനിയിൽ നിന്ന് വന്നിട്ടുള്ള, ബാസിൽ നിന്ന് വന്നിട്ടുള്ള മിഷണർമാർ സ്ഥാപിച്ച പഴയ വിദ്യാലയമാണ്. അതിന് യാതൊരു കോട്ടും ഇതുവരെ നമ്മൾ ആരും വരുത്തിയിട്ടില്ല. അതിന് അതുപോലെ തന്നെ സൂക്ഷിക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒരിക്കൽ നമ്മുടെ പ്രിയപ്പെട്ട മുൻ മേയറായിട്ടുള്ള ഡോക്ടർ ബീന ഫിലിപ്പ് ഇവിടെ വന്ന് പരിപാടിക്ക് ഒന്ന് ഇറങ്ങിയപ്പോൾ കാറിൽ നിന്ന് ഇറങ്ങി കെട്ടിടത്തിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, എന്തൊരു ഐശ്വര്യമാണ് ഈ കെട്ടിടത്തിന്, എന്തൊരു സുഖമാണ് ഈ സ്കൂൾ കാണാൻ. കാരണം അവർ നിരവധി വലിയ സ്കൂളുകളിലെ പ്രിൻസിപ്പളായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു അധ്യാപികയായിരുന്നു. ഇത്തരത്തിൽ സ്കൂളുകളിലാണ് ഇരുന്ന് കുട്ടികൾ പഠിക്കേണ്ടത്. ഈ ഓടിട്ട ഉഷ്ണമില്ലാത്ത ക്ലാസ് മുറിയിലായിരുന്നു കുട്ടികൾ പഠിക്കുന്നത്. അത് നമ്മുടെ കൺസെപ്റ്റായിരുന്നു. പക്ഷെ ഇപ്പോൾ എല്ലാ സംബന്ധിച്ചോളം അതൊരു മാറ്റം വന്നിട്ടുണ്ട്. എങ്കിൽ പോലും ഈ ഉള്ള സീരിയസ് അവസ്ഥയിൽ ഈ 30-40 സെൻറ്റ് ഉള്ള ഈ സ്കൂളിൻ്റെ പരിസരത്ത് സ്ഥലങ്ങളിൽ എങ്ങനെ മനോഹരമാക്കാമെന്ന് ചിന്തിക്കുന്നതിൽ ഏറ്റവും മുൻപന്തിൽ നിന്ന് ടീച്ചറായിരുന്നു നീലിമ ടീച്ചർ. അതുകൊണ്ടാണ് നേരത്തെ സിന്ധു ടീച്ചർ അവിടെ റിപ്പോർട്ട് വായിച്ച സമയത്ത് ടീച്ചർക്ക് അവാർഡുകളുടെ ഒരു പെരുമഴ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു.
അതെല്ലാം തന്നെ നോക്കിയാൽ അതെല്ലാം പരിസംബന്ധമായ ഇക്കോളജിക്കലുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനം കിട്ടിയ സമ്മാനങ്ങളാണ്. സീഡ് അവാർഡായാലും നല്ല പാഠം അവാർഡായാലും VKC നന്മ അവാർഡായാലും ലാൻഡ്സ് ക്ലബിൻ്റെ അവാർഡുകളായാലും ഹരിതസേനയുടെ അവാർഡുകളായാലും ഒക്കെ തന്നെ ടീച്ചർ അത് ആരുടെങ്കിലും പോയിട്ട് എനിക്ക് അവാർഡ് വേണം എന്ന് പറഞ്ഞ് വാങ്ങിച്ചു തന്നല്ല, ടീച്ചറെ പ്രവർത്തനം കണ്ട് കൊടുത്ത കാര്യങ്ങളാണ്. അച്ഛൻ പറഞ്ഞതുപോലെ നമ്മുടെ ഏകതാ പ്രവർത്തനങ്ങൾ, ക്രിസ്മസിൽ നടത്തുന്ന പരിപാടികൾ, അതിന് മുൻപത്തെ ടീച്ചർ ഉണ്ടായിരുന്നു. ടീച്ചറെ സംബന്ധിച്ചിട്ട് ഒരു കൃത്യമായിട്ടുള്ള ചട്ടക്കൂട് നിന്നാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. എല്ലാം നല്ല കൃത്യമാവണം. സജേട്ടൻ കൃത്യമായിട്ട് പലപ്പോഴും പറയാറുണ്ട്, ഒരു വര വരയ്ക്കുമ്പോൾ ഒരു മില്ലിമീറ്റർ മാറി കഴിഞ്ഞാൽ പ്രശ്നമാവും, അല്ല സജേട്ടാ? അത്ര കൃത്യമായിട്ട് കാര്യങ്ങൾ. അതെന്തുകൊണ്ടാണ്? ആ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു കൃത്യത വേണമെന്നുള്ള നിഷ്കർഷ പുലർത്തുന്നതുകൊണ്ടാണ്. അതുകൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് ആ കാര്യങ്ങളെല്ലാം ഒരു പെർഫെക്ഷൻ ഉണ്ടാവും. ടീച്ചറെ കാലത്ത് പലപ്പോഴും ഒരു പെർഫെക്ഷൻ്റെ ആളായിട്ടാണ് നീലമണിസിനെ കുറിച്ച് എല്ലാവരും പറയാറുള്ളത്. ആ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക, ആർക്കാനും വേണ്ടി ചെയ്യുന്നതല്ല. പലപ്പോഴും നമ്മുടെ മുൻപൊക്കെ നമ്മുടെ ആനുവൽ ഡേക്കൊക്കെ വരുന്ന അതിഥികൾക്ക് കൊടുത്തിരുന്നെല്ലാം നമ്മുടെ കുട്ടികൾ ഉണ്ടാക്കിയിരുന്ന ക്രാഫ്റ്റിൻ്റെ കാര്യങ്ങളാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കുട്ടികൾ ഉണ്ടാക്കിയുള്ള പേപ്പർ കൊണ്ടുള്ള പല സാധനങ്ങളാണ് കൊടുത്തിരുന്നത്. എനിക്കറിയാം പല സ്ഥലങ്ങളിൽ ഇപ്പോൾ പോയാലും അന്ന് കിട്ടിയുള്ള പെൻ ഹോൾഡറുകൾ ഇപ്പോഴും അവിടെ സൂക്ഷിച്ച് വെച്ച ആളുകളുണ്ട്. അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ നന്നായി ചെയ്യുക. കുട്ടികൾക്ക് വേണ്ടി ഏത് സമയം, രാത്രിയായാലും പകലായാലും